നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 224-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കഥക് നർത്തകി ഉമാ ശർമ്മയെക്കുറിച്ചിട്ടാണ്. കഥക് ഡാൻസിൻ്റെ ഒരു പര്യായം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ നർത്തനശൈലി. 2 തവണയെ അവരുടെ പ്രോഗ്രാം കണ്ടിട്ടുള്ളൂ. ഒന്ന് സൂര്യയിലും ഒന്ന് വിദേശത്ത് വെച്ചും. പാരമ്പര്യവും കലയും എല്ലാം ഒത്തിണങ്ങിയ ഒരു നൃത്താവിഷ്കാരം. ഒരുപാടൊന്നും അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു 6-7 മിനിറ്റ് കഥക് ഡാൻസിനെ കുറിച്ചും കഥകിലേക്ക് ആ നൃത്തരംഗത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ലളിതമായി സംസാരിച്ചു. നാട്യത്തിൻ്റെ അനിർവചനീയമായ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. അത്ര സുന്ദരമായിരുന്നു. ഒരു റോസാപുഷ്പം വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഭംഗി എത്രയുണ്ടാവും. അതുപോലെ മനസ്സിൽ താളവും ലയവും ഒക്കെ ഒത്തുചേർന്ന് പ്രകടിപ്പിച്ച ആ നൃത്തരംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ മിന്നി മറയുന്നുണ്ട്. കാലാതീതമാണ് കല. അതിൽ വന്ന് മുങ്ങിക്കുളിച്ച് കടന്നു പോകുന്നവർ എത്ര ആയിരമാണ്. എങ്കിലും ചിലരൊക്കെ നമ്മുടെ മനസ്സിൽ സ്ഥായിയായി നിലനിൽക്കും. അത് അവരുടെ പ്രകടന മികവ് കൊണ്ടായിരിക്കാം, പെരുമാറ്റം കൊണ്ടായിരിക്കാം, ചടുല ഭാവം കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് നിരത്താം. പക്ഷേ ഇവരുടെ പ്രകടനം, ഉമാ ശർമ്മയുടെ പ്രകടനം അദ്വിതീയമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അത്ര നമ്മൾ മാർവലസ് എന്നൊക്കെ പറയുന്ന മാതിരി വാക്കുകളില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചു.